ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിനകത്ത് കയറി ഇരുന്നങ്ങ് സമയം കളയും. മാത്രമോ ഒരു ക്രിക്കറ്റ് ബാറ്റും ഉണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അവിടെ ഇവിടെ ഇറങ്ങി അങ്ങനെ സമയം കളയും. അച്ഛന് മോനും ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അച്ഛൻ തിന്നതിന്റെ ബാക്കി മോന് തിന്നതിന്റെ ബാക്കി ഈ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന എല്ലാം ഞാൻ തിന്നണം. കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞതായിട്ട് സമയം കിട്ടുമ്പോൾ നീ യോഗ ചെയ്യാൻ. അതെങ്ങനെ മുട്ടയെ കുത്തി ഒന്ന് വളഞ്ഞു കഴിഞ്ഞാൽ തല എന്ന് കയറുന്നത് ചോറും കളത്തിനകത്തോട്ടെ. പിന്നെ എങ്ങനെ പറ്റും? ഒരു സമാധാനമില്ല വീട്ടില്. അച്ഛനും മോനും ഇന്ന് ഈ വീട്ടിലുണ്ട്. എന്തോ പുകിലുണ്ടാക്കുവോ എന്റെ ദൈവമേ, എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ഭഗവാനെ. കറി മേടിക്കാൻ പോയിട്ട് എവിടെ പോയി കിടക്കുന്നു? ഓ, ഇത് എവിടായിരുന്നു? രാവിലെ പോയതല്ലേ ഇത്? ഓ, നീ പറയുന്നവരാണോ? വെളിയിൽ എന്താ വെയിലാണെന്നറിയാവോ? എന്നാ പിന്നെ തണൽ നോക്കി അങ്ങ് പോകരുതായിരുന്നോ? ആ തണൽ തപ്പി നടന്നാ ഞാൻ താമസിച്ചത്. അത് കൊള്ളാം. എല്ലാം വാങ്ങിച്ചു. പക്ഷെ നീ തന്നെ ഇതിന്റെ ലാസ്റ്റിൽ എഴുതിയേക്കുന്ന സാധനം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ മതിയെ. എന്തോ അത്? 4 നാറിയ വേണമെന്ന് എഴുതിയേക്കുന്നു. വേണമെന്നില്ലേ പറഞ്ഞേ? ചൂടൊക്കെയല്ലേ ചേട്ടാ, സർബത്ത് അടിച്ച് കുടിക്കാനാ. നല്ലതാ നല്ലത്. നൂഡിൽസ് മേടിച്ചായിരുന്നോ? നൂഡിൽസോ? എന്തിന്? മോൻ കളി കഴിഞ്ഞ് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാനാ. അയ്യോ, നൂഡിൽസ് ഞാനൊരു പുത്തൻ തോർത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തൊന്ന് നൂലൂരി പുഴുങ്ങി കൊടുക്കവന്. നൂഡിൽസ് ആണെന്ന് പറഞ്ഞു വലിച്ചു കേട്ടവൻ. ദേഷ്യം എന്തുവാ? എനിക്കുണ്ട് ദേഷ്യം. എനിക്കറിയാം നിങ്ങൾക്ക് എന്താ എന്റെ മോനോട് ദേഷ്യം എന്തുവാ. സർക്കാർ എന്ന് സ്ത്രീധനം നിർത്തലാക്കിയോ അന്ന് മുതൽ സ്വന്തം മോനെ കാണും നിങ്ങൾക്ക് കയറുവായി. അതൊന്നുമല്ല, ഞാൻ ഇവരൊക്കെ എതിരാ. എടി, നിന്നെ കെട്ടിയപ്പോ ഞാൻ എന്തുവല്ല മേടിച്ചായിരുന്നോ? ഇല്ല, പക്ഷെ എന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നല്ലപോലെ മേടിച്ച് കെട്ടിയേനെ. അല്ലെങ്കിൽ മറ്റുള്ള പിള്ളേരെ കാണുമ്പോ എന്റെ കുഞ്ഞിനെ നിങ്ങൾ താഴ്ത്തി കെട്ടും. എടി, എങ്ങനെ താഴ്ത്തി കെട്ടാതിരിക്കും? അവന്റെ കൂടെ പഠിക്കുന്ന അഖിലേ, ഇപ്പൊ ഞാൻ അവനെ ജംഗ്ഷനിൽ വെച്ച് കണ്ടു. ആ അഖിൽ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചെന്തോന്നറിയോ? ഹൗ ആർ യു അങ്കിൾ, വേർ ആർ യു ഗോയിങ് എന്ന്. അവന്റെ ഇംഗ്ലീഷ് കേട്ടപ്പോഴേ എന്റെ രോമം നെഞ്ചത്തൂന്ന് എഴുന്നേറ്റങ്ങ് നിന്നു. നീ കാണണമായിരുന്നു, ഇടിയപ്പം ഞെക്കാൻ നേരത്തെ മാവ് ഇങ്ങനെ പ്രശ്നമെന്ന് പറഞ്ഞ് നിൽക്കത്തില്ലേ, അതുപോലെ ആയിരുന്നു എന്റെ ഉടുപ്പിനിടെ കൂടെ രോമം ഇങ്ങനെ നിന്നത്. കയ്യിലെയോ? അത് പറയാനില്ലല്ലോ. ഒരുമാതിരി ഡൈനിങ് ടേബിളിന്റെ കാല് പോലെ അടഞ്ഞു വെച്ചേക്കുവാ. എന്തോനാന്നോ ഇത്? അവനെ പറഞ്ഞല്ലേ ഉള്ളൂ. എന്റെ കുഞ്ഞിന് നല്ല ഒന്നാന്തരമായിട്ട് എഴുതാനും വായിക്കാനും അറിയാം ഇംഗ്ലീഷ്. അയ്യോ, അറിയാം. അരുണസ് പ്രകാശ് എന്നുള്ള പേര് അരുണാചൽ പ്രദേശ് എന്ന് എഴുതിയവനാണ്. വായിക്കാൻ അറിയാത്തതുകൊണ്ട് അംഗനവാടി പഠിക്കുന്ന കാലം മുതൽ ഓരോ നോട്ടും ഞാൻ അവനെ പഠിപ്പിക്കുന്നത്. സ്കൂളിൽ ചെല്ലുന്ന കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണോ അവനെ ആ സ്കൂളിൽ ചേർക്കേണ്ട, നമുക്ക് CBSE വിടാവുന്ന. CBSE എന്താ കേട്ടിട്ടില്ലയോ? അപ്പൊ അരുണാചൽ പ്രദേശ് വലിയ കുഴപ്പമില്ല കേട്ടോ. എന്തിനാണ് ആ ബീഫോ? അവനെ പോത്തൊന്ന് വിളിച്ച് ഞാൻ മടുത്ത്. അങ്ങനൊന്നും എന്റെ കുഞ്ഞിനെ വിളിക്കരുത്. അവസാന സമയത്ത് അവനെ നമുക്ക് കാണത്തുള്ളൂ. അവൻ നമ്മുടെ ക്ലൈമാക്സ് കാണാൻ നിൽക്കുവാന്നോ? അവസാന സമയത്ത് അവനെ നോക്കാൻ കാണത്തുള്ളൂ. നല്ല സമയത്ത് നോക്കാത്ത അവൻ എങ്ങനെ അടി അവസാന സമയത്ത് നോക്കുന്നേ? അവനെ ഇറങ്ങി കാണുമല്ലോ കുന്തവും കോപ്പും കൊണ്ട്. നാളെ അളിയനും പെങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ അങ്ങാണ് എന്റെ കുഞ്ഞിനെ കാച്ചിയാലുണ്ടല്ലോ. ഇനി ഞാൻ അവനെ വഴക്ക് പറയും. അത് നന്നാവാൻ വേണ്ടിയാണ്. മറ്റുള്ള റൂമിൽ വെച്ച് എന്നെ കെട്ടിതാക്കത്തൊന്നുമില്ല ഞാൻ കേട്ടോ. ഇല്ല, ഞാനേ ഒന്ന് നടു നോക്കട്ടെ. നോക്കാനത് നടുവാന്നോ അതോ കൊടയാണോ? അത് എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുക? ചായ എപ്പ അനത്തി വെച്ചാന്നറിയാവോ? നോക്കത് തണുത്തോറഞ്ഞ അതോ എന്റെ മേളി പാറ കൂടി. ആ പാറ എടുത്ത് ചായ ക്ലാസ്സിന് മേളിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിച്ച് പഠിക്കും. പോ. അച്ഛനകത്തുണ്ട്. ഇന്ന് പോയില്ലയോ? ഇന്ന് പോവാന്ന് പറഞ്ഞാൽ ഇന്ന് പുള്ളിക്ക് ഓഫാ. അത് വെള്ള കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാൻ ഒരു ഗ്ലാസ് ബീർ കുടിക്കട്ടെ പറഞ്ഞപ്പോ എന്റെ തല അടിച്ച് കീറുന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇപ്പൊ ഓഫായിട്ട് കിടക്കും. ഇല്ലയോ? ഓഫായ കാര്യമെന്ന് പറഞ്ഞത്. ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട അവധിയാന്ന്. മോനെ അമ്മ ഒരു കാര്യം പറയാം, മക്കൾ അനുസരിക്കുമോ? ഇന്ന് എവിടെയും പോവരുത്, TV വെക്കരുത്, ഫോൺ കാണരുത്, പാട്ട് കേൾക്കരുത്, നിശബ്ദനായിട്ട് എവിടെയെങ്കിലും മാറിയിരുന്നോണം. അച്ഛൻ ഇഷ്ടമല്ല, അച്ഛൻ ഉറങ്ങാൻ പോവുക. അച്ഛൻ ഉറങ്ങൂല്ലോ? അല്ല ദുഃഖാചരണം ഒന്നും ആഘോഷിക്കുമല്ലോ. നിന്റെ സഹോദരൻ പറഞ്ഞേക്കാം. നിന്റെ ഈ പറഞ്ഞിലേക്ക് മറുപടി ഉണ്ടോ ഇവിടെ? നിന്റെ മാർക്ക്, ആ മാർക്ക് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ സിനിമയെക്കാട്ടി വലിയ വയലൻസ് ഈ വീട്ടിൽ നടക്കും. ആ മാർക്കിന്റെ കാർഡിനകത്ത് ഒപ്പിടാൻ അമ്മ വന്നാ മതി. മാർക്കിന്റെ കാർഡോ? സ്കൂളിലൊക്കെ മാർക്കിന്റെ കാർഡില്ലേ? ഓ, പ്രോഗ്രസ് കാർഡ്. ടീച്ചർ പറഞ്ഞു ഒരു പ്രോഗ്രസ്സും ഇല്ലാത്ത അതിനെ പ്രോഗ്രസ് കാർഡ് എന്ന് വിളിക്കട്ടെ, ചുമ്മാ കാർഡെന്ന് പറഞ്ഞാൽ സമയത്ത് പഠിക്കണമായിരുന്നു. അല്ലാതെ മാർക്കും തട്ടിക്കൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും? അമ്മോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് +2 പോകണ്ടെന്ന്. +2 പോവാതെ മോൻ എന്തോ പോകണമായിരുന്നു. ആ പൊളിക്കാനുള്ള ടെക്നിക്ക് നിന്റെ കയ്യിൽ അങ്ങ് വെച്ചാൽ കേട്ടോ. നാളെ അമ്മാവനൊക്കെ ഇവിടെ വരുന്നുണ്ട്. അമ്മാവനും അപ്പച്ചിയും കൂടെ മുറപ്പെണ്ണും ഉണ്ട്. അമ്മാവൻ ദൂരെക്കൂട്ടി എന്നോട് ഒരു കാര്യം പറഞ്ഞത്, നീ രാത്രി അപ്പം കൊച്ചിന് മെസ്സേജ് അയക്കൂടാ പാറൂന്. ഞാൻ പെണ്ണെന്ന് മെസ്സേജ് അയക്കുന്നത് അമ്മ ചുമ്മാ തോന്നോ? നമുക്ക് ചാവക്കാടിനപ്പുറം പോവല്ലേ മോനെ, കടല നീ മുങ്ങി താഴെ. പറഞ്ഞേക്കാം പണിയാത്തേ കേട്ടോ. സത്യം പറ, നീ മെസ്സേജ് അയച്ചോടാ. എന്നല്ലാതെ ഞാൻ നോക്കുമ്പോ അവള് പച്ചലൈറ്റ് കിടക്കുന്നുണ്ട്. ഹായ് പാറുന്നോട് ഞാൻ മെസ്സേജ് വിട്ടു. അവള് പച്ചലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവളങ്ങ് പോയി. നീ ആ പച്ച ട്രാഫിക്കിനകത്ത് കിടന്ന് കറങ്ങത്തതേ ഉള്ളതാ. നീ പഠിക്കാനൊന്നും പോകുന്നവനല്ല നീ. അമ്മച്ചി കല്യാണം. നിനക്ക് എന്തിനാണ് ഇപ്പൊ കല്യാണം? കണ്ടവന്റെ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ ഔട്ട് ആക്കാനാണോ നിനക്ക് പെണ്ണ്? അതിനൊന്നുമല്ല, വേറെ കാര്യം. എന്തിനാണോ നിനക്ക് പെണ്ണ്? റീൽസ് ചെയ്യാൻ വേണ്ടി അവളെ വെച്ച് ഫ്ലെക്സാ വെച്ച് അഭിനന്ദനങ്ങളല്ല ആദരാഞ്ജലികൾ എഴുതി വെച്ചേക്കും. ഈ ആദരാഞ്ജലി അഭിനന്ദനങ്ങളോ
ഒക്കെ ഒറ്റ ലെറ്ററിൽ എഴുതുന്നോണ്ട് കൺഫ്യൂഷൻ ആയി പോവാടാ. അച്ഛനോട് നീ എന്തോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ അങ്ങ് അടങ്ങും കുഞ്ഞേ. അമ്മച്ചി നാളെ കൂട്ടുകാരൊക്കെ ടൂറിന് പോവും, എനിക്കും പോണം. ഈ വാക്കിനങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ നിന്നെ ചാടിക്കും അങ്ങേരെ. ഞാൻ വിളിച്ചതാ. അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് ടൂർ കൊടുക്കണമെന്ന്. എന്തോ കൊക്കം പിച്ചടി പറയും. കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോകുന്ന ചെലവിന് കൊടുക്കണമെന്ന്. കൂട്ടുകാർക്കെല്ലാം കൂടെ ചെലവിന് കൊടുക്കണം. ഞാൻ ഉണ്ടാക്കി വെച്ചേക്ക് പോണം. അതല്ലെന്ന് കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാനെന്ന്. എവിടാ പോന്നെ? എവിടാടാ പോന്നെ? മൂന്നാറാ പോന്നെ. മൂന്നാർ എന്തോ കാണാൻ പോവാ അവൻ. ഇരിക്കാൻ പറ അവനോട്. മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ. എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് രണ്ട് മരമോത്ത് കാണൂല്ലേ, നാട്ടിൽ പോയി അവിടെ പോയി എല്ലാ ആൾക്കാരെയൊക്കെ കാണട്ടെ. ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ? നാട്ടിലെങ്ങനെ പോയി നല്ലൊരു മോന്ത കാണണം. അവൻ 2 മോന്തയുടെ കാര്യമാണല്ലോ പറഞ്ഞു. ഒരെണ്ണം ഞാനിപ്പോ കട്ട് ചെയ്തു. ഇടയ്ക്ക് ഇരുന്നിട്ടേ അവൻ പറയുന്നത് എന്നോട്, ഞാൻ പറയുന്നത് അവനോടും പറഞ്ഞാൽ മതിയല്ലോ. തീർന്നില്ലല്ലോ, പഠിക്കണ്ടല്ലോ, മിടിക്കുക. പൈസ വല്ലതും കൊടുക്കുന്നത്. എത്ര രൂപ വേണം ചൈര്? 2500 രൂപ. കുറച്ചുകൂടെ 2500 എന്തിനാണ് നിനക്ക് നിരങ്ങാൻ പോകുന്നതിന്? 5000 രൂപ വേണം.